നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കിങ്സ് 11 പഞ്ചാബും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള IPL മാച്ചിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. സോ മാച്ചസ് ഓൾമോസ്റ്റ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഓൾറെഡി 35+ മാച്ചസ് കഴിഞ്ഞു. ടൈറ്റ് ആവുകയാണ് മാച്ചസ് എല്ലാം. ഇപ്പോൾ പിച്ചസ് ആണെങ്കിലും സ്ലോ ആയി തുടങ്ങി. അപ്പോൾ കുറച്ച് ട്രിക്കി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി കിങ്സ് 11 പഞ്ചാബിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ മുംബൈയെ സൂപ്പർ ഓവറിലാണ് തോൽപ്പിച്ചതെങ്കിലും ഹൈ ഓൺ കോൺഫിഡൻസ് അവർക്ക് തിരിച്ചു വരാം എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞു. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവർ ടോപ്പ് 4 ഒരു പ്ലേസ് സീൽ ചെയ്യാൻ വേണ്ടിയായിരിക്കും നോക്കുന്നത്. സോ കിങ്സ് 11 പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മസ്റ്റ് വിന്നും, അതുപോലെ ഡൽഹി ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. സോ അവർ റിലാക്സ്ഡ് ആയിരിക്കും. കിങ്സ് 11 പഞ്ചാബിന് റിലാക്സ് ചെയ്യാൻ സമയമായിട്ടില്ല. സോ ഒത്തിരിയധികം ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി ബാറ്റിംഗ് ഓർഡറിന്റെ അതുപോലെ തന്നെ ടാക്ടിക്സും ചെറിയ ചെറിയ മാച്ചപ്സും അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് ഉണ്ട്. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഗ്രാൻഡ് ലീഗിന്റെ കാര്യങ്ങളുണ്ട്. ഇനി ഇപ്പോൾ നടന്ന മാച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മാച്ച് നിങ്ങൾ കണ്ടതാണ്. വളരെയധികം സ്ലോ ആവുന്നുണ്ട് പിച്ച്. ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സിലാണെന്നുണ്ടെങ്കിൽ ഞാൻ മാച്ച് കണ്ടതുകൊണ്ടാണ് പറയുന്നത്, പിച്ച് നല്ല രീതിയിൽ ബൗൾസ് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്, സ്ലോ ബോൾസ്. പക്ഷേ സെക്കൻഡ് ഇന്നിങ്സ് ഒരു ഹാഫ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആവുന്നുണ്ട് പിച്ച്. സോ ഇത് തന്നെ ആയിരിക്കാം ഇനി അങ്ങോട്ടുള്ള മാച്ചസിൻ്റെ സിറ്റുവേഷൻ. സോ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം GL ട്രൈ ചെയ്യാനായിട്ട്. സോ കുറച്ച് സ്ലോ ബൗളേഴ്സിനും അതുപോലെ തന്നെ പേസ് ബൗളേഴ്സിനും ഒക്കെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. റാദർ ദാൻ ഗോയിങ് ഫോർ എ ക്യാപ്റ്റൻ ഫോർ ഒരു ബാറ്റ്സ്മാനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ഹിറ്ററിനോ കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആവും എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് എനിവേ, നമുക്കിതെല്ലാം പറഞ്ഞുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. IPL നടക്കുന്ന ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആകാൻ പോകുന്ന ഒരു ഫാന്റസി ആപ്പിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ദാറ്റ് ഈസ് മൈ 11 സർക്കിൾ ആപ്പ്. ഇതിന്റെ ഒരു യുണീക്ക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ആയിട്ടുള്ള റാഷിദ് ഖാൻ, സൗരവ് ഗാംഗുലി അതുപോലെ വാട്സണുമായിട്ടൊക്കെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് ടീമിൽ നിന്നുമായിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേയിങ് 11 ഇടുക, കളിക്കുക വളരെ ഈസിയാണ്. ഇനി ദാദയുടെ ടീമുമായിട്ട് വരുന്നുണ്ട് ഇന്ത്യൻ T20 ലീഗ് കളിക്കാൻ വേണ്ടി. സോ ദാദയുടെ ടീമിനെ നമ്മൾ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ദ ക്യാഷ് ആണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ ഓരോ ആഴ്ചയും ഒരാൾക്ക് 1 കോടി കിട്ടാനുള്ള അവസരം വേറെയുണ്ട്. പിന്നെ ഇതാണ് റീസെന്റ് നടന്ന മാച്ചസിന്റെ 1 crore വിന്നേഴ്സ്. പിന്നെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. വളരെ ഈസിയാണ്, സെക്യൂറുമാണ്. നമ്മുടെ ഫസ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 1500 രൂപയുടെ ക്യാഷ് ബോണസ് ആണ്. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ഓഫറാണ്. അതായത് ഫസ്റ്റ് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് 20% ക്യാഷ് ബാക്ക് ആണ്. സോ അതിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻ കമന്റിലും ഉള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് IPL കളിച്ച് നേടാം. സോ കിങ്സ് 11 പഞ്ചാബ് കുറച്ച് ആശ്വസിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. മുമ്പേ ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് സൂപ്പർ ഓവർ വിന്നായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ അവർ സ്റ്റിൽ 6th ആണ് പോയിന്റ്സ് ടേബിളിൽ. ഇനി അവരുടെ നെക്സ്റ്റ് 5 മാച്ചസിൽ നിന്ന് മിനിമം ഒരു 3 വിന്നെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ടോപ്പ് 4 എന്ന് പറഞ്ഞ ഒരു സ്പോട്ടിലേക്ക് സീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡൽഹി ക്യാപിറ്റൽസിനുമായിട്ടുള്ള മാച്ച് ഒക്ടോബർ 20 ചൊവ്വാഴ്ച ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് നടക്കാൻ പോകുന്നത്. ഇനി ലാസ്റ്റ് ടൈം അവർ മേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ക്യാപിറ്റൽസ് 1 ഓവർ എലിമിനേറ്റ് എന്നുള്ള രീതിയിലാണ് ജയിച്ചത്. അന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കിങ്സ് 11 പഞ്ചാബ് വളരെയധികം അൺലക്കി ആയിരുന്നു ആ ഒരു മാച്ച് തോറ്റത്. സോ ഈ ഒരു മാച്ച് അവർക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ കിങ്സ് 11 പഞ്ചാബിന്. ഇനി ശ്രേയസ് അയ്യറിന്റെ ഡൽഹി ക്യാപിറ്റൽസ് ഓൺ എ ഗുഡ് ഷോ. ടേബിൾ ടോപ്പേഴ്സ് ആണ്, 7 വിക്ടറീസ് ഫ്രം 9 മാച്ചസ്. സോ ഒരു വിക്ടറിയും കൂടെ ആവേണമെന്നുണ്ടെങ്കിൽ വെർച്വലി ദേ ആർ ഓൺ ദ പ്ലേ ഓഫ്സ്. പിച്ച് റിപ്പോർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു എന്റർടൈനിങ് മാച്ച് ആയിരിക്കും വരാൻ പോകുന്നത്. പിച്ച് ബാറ്റ്സ്മാനെ കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ഫേവർ ചെയ്യുന്നുണ്ട് റീസെന്റ് മാച്ചസിന്റെ ഒരു സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ടീംസ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ഷോർട്ടർ സൈഡ് ഓഫ് ദ ഗ്രൗണ്ട് ആണ് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. സോ സ്പിന്നേഴ്സിന് കുറച്ച് ടെസ്റ്റ് ആയിരിക്കും ഈ ഒരു ഷോർട്ടർ സൈഡിന്റെ ഈ ഒരു അഡ്വാൻറ്റേജ് ബാറ്റ്സ്മാൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ബട്ട് എനിവേ ദേ ആർ എക്സ്ട്രാക്ടിങ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടേൺ ഓഫ് സർഫസ്. ഇപ്പോൾ പേസേഴ്സിനും അതുപോലെ തന്നെ ഈ വിക്കറ്റിൽ, അതായത് എല്ലാവർക്കും ഓരോരോ രീതിയിലുള്ള പർച്ചേസ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ബട്ട് പേസേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പേസ് വളരെയധികം ഹാൻഡിയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ പേസ് ഉള്ള ബൗളേഴ്സിന് കൂടുതൽ ട്രൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഡ്യൂ ഉണ്ട് സെക്കൻഡ് ഇന്നിങ്സിലും, പക്ഷേ ഐഡിയലി ഏതൊരു ടീമാണെങ്കിലും ബാറ്റ് ഫസ്റ്റ് ചെയ്യാനേ നോക്കത്തുള്ളൂ. കാരണം പിച്ച് ലിറ്ററലി സ്ലോ ആവുന്നുണ്ട് ആസ് ഗെയിം പ്രോഗ്രസസ്. ഇനി ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ നോക്കുകയാണെങ്കിൽ 16 IPL മാച്ചസ് എന്ന വെന്യൂല് 176 ആണ്. ബട്ട് ദുബായിലെ പാർ സ്കോർ എന്ന് പറഞ്ഞാൽ 165 ആണ്. സോ എനിത്തിങ് അബവ് 165 ഷുഡ് ബി ഡീസെന്റ്.
ന്യൂസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ ഈസ് പ്ലേയിങ് ഓൺ അനദർ ലെവൽ. ഇപ്പോൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്താലും രാഹുൽ ഇപ്പം എന്താണെങ്കിലും രാഹുൽ സെൽഫിഷ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും രാഹുൽ ഈസ് പ്ലേയിങ് ഓൺ അനദർ ലെവൽ. കാരണം പുള്ളിയുടെ 525 റണ്ണ് ആവറേജ് എന്ന് പറഞ്ഞാൽ 75 ആണ്, സ്ട്രൈക്ക് റേറ്റ് 136 by 9 ഗെയിംസ്. വിരാട് കോഹ്ലിക്ക് മാത്രമാണ് 2016 പുള്ളിയേക്കാൾ കൂടുതൽ സ്കോർ ചെയ്തിട്ടുണ്ടായത്, അത് 561. ഇനി നിക്കോളാസും അതുപോലെ നിക്കോളാസ് പൂറാനും അതുപോലെ ഗെയിലും സ്ലോട്ടിംഗ് ഓപ്പണേഴ്സിന് ശേഷം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ രാഹുലിന്റെ സ്ട്രൈക്ക് റേറ്റ് 170 വരെ ഉയർന്നിട്ടുണ്ട് എഗൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ്, അപ്പ് ഫ്രം 117 ടിൽ ദാറ്റ് മാച്ച്. അപ്പോൾ രാഹുലിന്റെ ഇനിയുള്ള അങ്ങോട്ടുള്ള മാച്ചസ് വളരെയധികം ക്രൂഷ്യലാണ്. സോ ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം എന്നുള്ള രീതിയിലാണ് എനിക്ക് നോക്കുന്നത്. പക്ഷേ മസ്റ്റ് പിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ രാഹുലാണ്. ഇത്രയധികം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലെയർ വേറെ ഇല്ല. ഇനി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു റീപ്ലേസ്മെന്റ് എടുത്തിട്ടുണ്ട് ഫോർ ഇൻജേർഡ് അമിത് മിശ്ര, ദറ്റ് ഈസ് പ്രവീൺ ദുബെ. ബട്ട് അൺലൈക്ലി പ്ലെയിങ് ലെവലിലോട്ട് വരാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം അശ്വിനും പട്ടേലും അത്രയധികം നല്ല ഫോമിൽ നിൽക്കുകയാണ്. സോ മാച്ചപ്സ് ഒത്തിരി അധികം ഉണ്ട്. അശ്വിന്റെ ഗെയില് 4 പ്രാവശ്യമാണ് അശ്വിന്റെ അടുത്ത് പോയിരിക്കുന്നത്, ഔട്ടായിരിക്കുന്നത്. സ്ട്രൈക്ക് റേറ്റ് ജസ്റ്റ് 82.28 അഗൻസ്റ്റ് ഹിം. അതുപോലെ അശ്വിൻ മയങ്ക് അഗർവാളിനെ 4 പ്രാവശ്യം ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്, ആവറേജ് ജസ്റ്റ് 10 അഗൻസ്റ്റ് ഹിം. ഇനി രാഹുലിന്റെ ആവറേജ് ജസ്റ്റ് 9 ആണ് എഗൻസ്റ്റ് അക്ഷർ പട്ടേൽ. അതുപോലെ അഗർവാളിന്റെ സ്ട്രൈക്ക് റേറ്റ് ജസ്റ്റ് 71.45 ആണ്. സോ അതൊരു മിഡിൽ ഓവേഴ്സിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ്. സ്പെഷ്യലി ഞാൻ പറഞ്ഞു സ്പിന്നേഴ്സിന് പർച്ചേസ് ഉള്ളത് കൊണ്ട് തന്നെ ടോപ്പ് ഓർഡർ കൊളാപ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ മിഡിൽ ഓർഡർ ഇതുവരെയും മെയിൻലി ടെസ്റ്റ് ആയിട്ടില്ല. മാക്സ്വെല്ലും നിക്കോളാസ് പൂരൻ ഒരുവിധം കളിക്കുന്നുണ്ട്. ബട്ട് മാക്സ്വെൽ ഇതുവരെയും മാക്സ്വെല്ലിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മാക്സ്വെല്ലിന് ആവശ്യത്തിന് ബോൾസ് കിട്ടുന്നില്ല. ഫേസ് ചെയ്യാനായിട്ട് വരുന്ന സിറ്റുവേഷൻ എല്ലാം ഫസ്റ്റ് ബോളിൽ തന്നെ ഹിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. ഇതുവരെയും പിച്ചിൽ യൂസ്ഡ് ആയിട്ടില്ല. സോ മാക്സ്വെലിനെ പോലത്തെ ബാറ്റ്സ്മാന് ഈ ഒരു അതായത് ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ചാൻസസ് മാക്സിമം യൂസ് ചെയ്യാം. സോ ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിരിക്കും. ഇനി പ്രീവിയസ് മീറ്റിംഗിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്രെഡിബിൾ ഫിനിഷസ് ആയിരുന്നു. ഫസ്റ്റ് നമ്മുടെ ആ ഒരു മാച്ചിലാണ് നമ്മൾ സൂപ്പർ ഓവർ കാണാൻ തുടങ്ങിയത്. ഇനി ക്യാപിറ്റൽസ് 13-3 എന്നുള്ള ഒരു സ്കോറിലേക്ക് സ്ലംപ് ചെയ്തിട്ടുണ്ട്. ബട്ട് they were hauled to 157 for 8. മാർക്കസ് സ്റ്റോയിനിസിന്റെ വണ്ടർഫുൾ ഇന്നിംഗ്സ് ആയിരുന്നു, 21 ബോളിൽ 53. അതുപോലെ അശ്വിൻ 2 വിക്കറ്റ് എടുത്തു. അഗർവാൾ 89 റൺസ് ആണ് ചേസ് ചെയ്തത്. പക്ഷേ സ്റ്റോയിനിസിന്റെ ലാസ്റ്റ് ഓവറിൽ നല്ല രീതിയിൽ തന്നെ ബൗൾ ചെയ്തു. അപ്പോൾ സീസണിന്റെ ഫസ്റ്റ് സൂപ്പർ ഓവർ ആയിരുന്നു. റബാഡ ആയിരുന്നു ആ സൂപ്പർ ഓവർ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വിക്ടറി പുൾ ഓഫ് ചെയ്തു. സ്ട്രാറ്റജിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽസിന് 2 ഫിംഗർ സ്പിന്നേഴ്സ് ഓൾറെഡി ഉണ്ട്. So they have great records against top order batsmen, especially Kings 11 പഞ്ചാബ്. ഇപ്പോൾ രാഹുൽ അഗർവാൾ പാർട്ട്ണർഷിപ്പിനെ അത് ഹാമ്പർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചാൻസ്, ജസ്റ്റ് ഒരു സ്ട്രാറ്റജിയാണ്, വർക്ക് ആണോന്ന് അറിയത്തില്ല. ഗെയിൽ മൈറ്റ് ഓപ്പൺ വിത്ത് രാഹുൽ. കാരണം അങ്ങനെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ അഗർവാളിന് അല്ലെങ്കിൽ പൂരാന് ഫ്ലോട്ടർ എന്നുള്ള രീതിയിൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ടോപ്പ് ഓർഡറിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുമല്ല ഗെയിലിന് കൂടുതൽ ഇഷ്ടം പേസ് ആണ്. അപ്പോൾ റബാഡയുടെയും നോർഷയുടെയും പേസ് യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു കാര്യം കണ്ടീഷനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്താണ്. അല്ലാന്നുണ്ടെങ്കിൽ ആരാണ് ബാറ്റ് ഫസ്റ്റ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ചേസ് ചെയ്യുന്നുള്ളതും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നത്. ഇനി ക്യാപിറ്റൽസിന് ലോട്ട് ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. ബട്ട് പൃഥ്വി ഷായുടെ ഒരു എന്താ പറയുക, ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ലാസ്റ്റ് 3 മാച്ചസിൽ. ജസ്റ്റ് 4 റണ്ണാണ് എടുത്തിരിക്കുന്നത് 6 ബോളിൽ നിന്ന്. സോ he has fallen to opening over itself to Trent Boult, Jofra Archer, Deepak Chahar. അപ്പോൾ അർഷദീപ് സിംഗും മുഹമ്മദ് ഷാമിയും ഇതിലും ന്യൂ ബോൾ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുണ്ട്. ക്യാൻ ഗെറ്റ് സ്വിംഗ് ഏർലി ഓൺ. അപ്പോൾ പുള്ളിയുടെ ടെൻറ്റേറ്റീവ്നെസ്സിൽ തന്നെ ഏകദേശം കയറി പിടിക്കാൻ നോക്കും രണ്ടുപേരും കൂടെ. അർഷദീപ് സിംഗ് ഈസ് ബൗളിംഗ് ഓൺ അനദർ ലെവൽ. ആ ഒരു രീതിയിലാണ് പുള്ളി ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷോയുടെ ഒരു പൊസിഷൻ സ്വാപ്പ് ചെയ്യാൻ ഡൽഹി ചിലപ്പോൾ ആഗ്രഹിക്കും. കാരണം അജിൻക്യ റഹാനെ ഉള്ളത് കൊണ്ട്. അജിൻക്യ റഹാനെ ഈസ് എ ടിപ്പിക്കൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ, നമ്പർ 3 ബാറ്റ്സ്മാനെ അല്ല. പന്ത് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ദ ഡിസിഷൻ കുഡ് ബി ഈസി വൺ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽസിന് അലക്സ് കാരയ്ക്ക് പകരം ഷിമ്രൻ ഹെറ്റിമാനെ കൊണ്ടുവരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശ്രേയസ് അയ്യർ ധൈര്യമായിട്ട് തന്നെ നമ്പർ 3 വരാം. ദാറ്റ് വിൽ മേക്ക് എ ഗുഡ് ടീം. സ്റ്റാറ്റ്സിന്റെ കാര്യം നോക്കുവാണെന്നുണ്ടെങ്കിൽ രാഹുലിന്റെ ലീസ്റ്റ് ഫേവറേറ്റ് ഓപ്പണൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി. ആവറേജ് ജസ്റ്റ് 24.51 8 ഇന്നിങ്സ് എന്ന്. ഇറ്റ്സ് ദ ഓൺലി ടീം അഗൈൻസ്റ്റ് വിച്ച് ആവറേജ് ഡിപ്സ് ബിലോ 37. അതും കൂടെ നിങ്ങൾ നോക്കുക. ഹവർ ഇൻ 2018 ഒരു 14 ബോൾ 50 ഒരു സക്സസ്ഫുൾ റൺ ചേസിനുണ്ട്. ബട്ട് രാഹുൽ എന്നുള്ളൊരു പേര് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും എഴുതള്ളാൻ പറ്റത്തില്ല. രാഹുലിന്റെ ആവറേജ് കുറച്ച് സ്ലംബാണ് അഗൻസ്റ്റ് ഡൽഹി. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു ഹി ഈസ് വെരി ഗുഡ്. ഇനി ക്യാപിറ്റൽസ് 7 ഡിഫറെന്റ് പ്ലേയേഴ്സ് ആയിരുന്നു പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ്സ് കിട്ടിയിരിക്കുന്നത്. സ്റ്റോയിനിസ്, ഷാ, അയ്യർ, പട്ടേൽ, അശ്വിൻ, നോർഷെ, റബാഡ പർപ്പിൾ ക്യാപ്പ് ഹോൾഡറും കൂടെയാണ് വിത്ത് 19 വിക്കറ്റ്സ്.
സോ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ടീം ഫുൾ ഓഫ് ഒരു മാച്ച് വിന്നേഴ്സ് ആണ്. സോ ആ ക്യാപിറ്റൽസിന്റെ സൈഡിനെ ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ബട്ട് മുംബൈ ഇന്ത്യൻസ് പോലത്തെ ഒരു സൈഡിനെ ബീറ്റ് ചെയ്തപ്പോൾ ഒരു ഹൈ ഓൺ കോൺഫിഡൻസ് ആണ്. ഇനി ലാസ്റ്റ് 16 മാച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ പേസ് ആണ് കൂടുതൽ വിക്കറ്റ് എടുത്തിരിക്കുന്നത് ആവറേജ്. സ്പിന്നും എടുക്കുന്നുണ്ട്, ബട്ട് കൂടുതലും പേസിനാണ് കിട്ടുന്നത്. ഇനി പേസേഴ്സിന് കിട്ടിയിരിക്കുന്ന വിക്കറ്റ് 113 ആൻഡ് an economy of 8.6. സ്പിൻ ആണെന്നുണ്ടെങ്കിൽ 61 വിക്കറ്റ്സ് at economy of 7.7. അപ്പോൾ ഗ്ലെൻ മാക്സ്വെലിന് ഇനി 45 റൺ മതി 1500 റൺ തയ്ക്കാനായിട്ട്. അതുപോലെ ധവാന് 62 റൺ മതി 5000 റൺസ് തയ്ക്കാനായിട്ട് IPL. ഇത് അജിൻക്യ റഹാനയുടെ 200th ടെസ്റ്റ് മാച്ച് ആണ് ഇഫ് ഹി ഗോട്ട് പിക്ഡ്, പന്ത് ഫിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ. സോ ലൈക്ലി 11 നോക്കുകയാണെങ്കിൽ പൃഥ്വി ഷോ, ശിഖർ ധവൻ, അജിൻക്യ റഹാനെ, ശ്രേയസ് അയ്യർ, മാർക്കസ് സ്റ്റോയിനിസ്, അലക്സ് ക്യാരെ, അക്ഷർ പട്ടേൽ, ആർ അശ്വിൻ, തുഷാർ ദേശ്പാണ്ഡെ, കാഗിസോ റബാഡ ആൻഡ് റിഷ് നോട്ട്ഷെ. കിങ്സ് 11 പഞ്ചാബ് KL രാഹുൽ, മയങ്ക് അഗർവാൾ, ക്രിസ് ഗെയിൽ, നിക്കോളാസ് പൂരാൻ, ഗ്ലെൻ മാക്സ്വെൽ, ദീപക് ഹൂഡ, ക്രിസ് ജോർഡൻ, മുരുകൻ അശ്വിൻ, രവി ബിഷ്ണോയ്, മുഹമ്മദ് ഷാമി ആൻഡ് അഷ്ദീപ് സിംഗ്. സോ വേറൊരു കാര്യം കൂടെ എടുത്തു പറയാനുണ്ട്, നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഈ ഒരു മാച്ചിൽ നിങ്ങൾ ഓവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കരുത്, കാരണം ഒത്തിരി അധികം ക്രെഡിറ്റ് റിസ്ക് ഉണ്ട്. റിസ്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ക്രെഡിറ്റ് റിസ്ക് ഒത്തിരി ഉള്ള ഒരു മാച്ചാണ്. നിങ്ങൾ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള റിസ്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലോപ്പ് ആവും. നല്ലൊരു ടീമിനെ നിങ്ങൾക്ക് ഒരിക്കലും ഇടാൻ പറ്റത്തില്ല ഡ്യൂ ടു എനോർമസ് ക്രെഡിറ്റ്. അപ്പോൾ ഞാനത് ടീമിൻ്റെ ബേസ് ടീം കാണിച്ചിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ SL അവോയ്ഡ് ചെയ്യുക. GL കളിക്കോ കുഴപ്പമില്ല, റിസ്ക് ഒക്കെ എടുക്കാം. ബട്ട് SL നിങ്ങൾ പ്രോബബ്ലി അവോയ്ഡ് ചെയ്യുക, കാരണം ഇറ്റ് ക്യാൻ ഗോ ഇൻ ടു ഡീപ്പ് ഡേഞ്ചർ. സോ നമുക്ക് ബേസ് ടീമിലേക്ക് പോവാം. സോ വിക്കറ്റ് കീപ്പർ സെക്ഷനിൽ ഡീഫോൾട്ടായിട്ട് എല്ലാവരും എടുക്കാൻ പോകുന്ന ഒരാളാണ് KL രാഹുൽ. ഇപ്പോൾ പന്തിൻ്റെ അവൈലബിലിറ്റി ഇതുവരെ വന്നിട്ടില്ല, സോ പന്തിന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പന്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് എടുക്കാന്നുള്ള ഒരു പ്ലെയറാണ്. പിന്നെ നിക്കോളാസ് പൂരാനും അതുപോലെ 9 ക്രെഡിറ്റ് ആണ്, നിങ്ങൾക്ക് സുഖമായിട്ടും എടുക്കാന്നുള്ള പ്ലെയറാണ്. ബട്ട് ക്രെഡിറ്റിന് റിസ്ക് ഉണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി ബാറ്റിങ്ങിൽ ഇവിടെ നോക്കുമ്പോൾ KL രാഹുൽ എല്ലാവരുടെയും സേഫ് ചോയ്സ് ആണ്. ബാറ്റിംഗ് നോക്കുമ്പോൾ ശിഖർ ധവനെ എടുക്കണമെന്നുണ്ട്, ബട്ട് ശിഖർ ധവൻ്റെ ക്രെഡിറ്റ് കൂടി 10 അപ്പോൾ നിങ്ങൾക്ക് ഇനി അത് എടുക്കാൻ റിസ്കി ആയിരിക്കും. അതുപോലെ ശ്രേയസ് അയ്യറിന് 9.5 ആണ്. സോ ശ്രേയസ് അയ്യർ കുറച്ചും കൂടെ സേഫായി എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ശ്രേയസ് അയ്യറിനെ എടുക്കുന്നു. മയങ്ക് അഗർവാൾ കിങ്സ് 11 സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വീക്ക്നെസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ് പിക്ക് തന്നെയാണ്. ക്രിസ് ഗെയിൽ കഴിഞ്ഞ കുറച്ച് മാച്ചസിലായി 2 മാച്ച് ആണെങ്കിലും 2 രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. സോ ക്രിസ് ഗെയിലെ ഞാൻ ഇവിടെ ഇടുന്നു. ഇനി ഞാൻ ഇവിടെ എടുക്കുന്നത് പൃഥ്വി ഷോ ആണ്, കാരണം പൃഥ്വി ഷോ എടുക്കാതെ വേറെ വഴിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ബൗളറിനെ എടുക്കുക എന്നുള്ളതാണ്. ഒത്തിരി അധികം ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ബിഷ്ണോയ് ഉണ്ട്, അതുപോലെ തന്നെ അശ്വിനുണ്ട്. അശ്വിൻ നല്ലൊരു ഓപ്ഷനാണ്, ഞാൻ പറഞ്ഞു സ്പിന്നിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് അശ്വിൻ ഒരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ബിഷ്ണോയ് ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് പഞ്ചാബിനെ കുറച്ച് ഫേവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ബട്ട് ഞാൻ പ്രോബ്ലി ആർ അശ്വിൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആർ അശ്വിനിൽ പോവുകയാണ്. കാരണം പൃഥ്വി ഷോയ്ക്ക് ഇത്രയും ബെനിഫിറ്റ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ പ്രോബ്ലി ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഓൾറൗണ്ടർ സെക്ഷനിൽ 2 പേരാണ് ഞാൻ എടുക്കുന്നത്, അതായത് അക്ഷർ പട്ടേലും സ്റ്റോയിനിസും. കാരണം 2 പേരും നല്ല രീതിയിൽ ഫോമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേയേഴ്സാണ്. സോ ഞാൻ 2 പേരെ ഇവിടെ ഇടുന്നു. ബൗളിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റബാഡ മസ്റ്റ് പിക്ക് ആയിട്ടുള്ള ഒരു ചോയ്സാണ്, അലോങ് വിത്ത് നോഷെ. 2 പേരും മസ്റ്റ് പിക്കാണ്. അതുപോലെ തന്നെ ഷാമി കൺസിക്വൻ്റ്ലി കിങ്സ് 11 പഞ്ചാബിനും നല്ല രീതിയിൽ വിക്കറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ധോ ഹി ഈസ് ഓൺ ദ എക്സ്പെൻസീവ് സൈഡ്, ബട്ട് ഡസൻ മാറ്റർ. നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യം വിക്കറ്റ്സ് ആണ്. സോ വിക്കറ്റ് ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇനിയുള്ളത് രവി അശ്വിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. എസ്പെഷ്യലി മാച്ചപ്സ് ഞാൻ പറഞ്ഞു തന്നു. സോ രവി അശ്വിൻ ഈസ് എ ഗുഡ് ചോയ്സ്. സോ ഇത്രയാണ് പ്രോബ്ലം. പിന്നെ അർഷദീപ് സിംഗിനെ പറയാതെ പോയ, കാരണം എല്ലാ മാച്ചസിലും കൺസിസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ആയിട്ടുള്ള ബിഗ് ഫിഷേഴ്സിന്റെ വിക്കറ്റാണ് എടുക്കുന്നത്. ലാസ്റ്റ് മാച്ചിൽ രോഹിത്തിനെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വിക്കറ്റ് എടുത്തു. സോ ഈ ഒരു മാച്ചിലും ടോപ്പ് ഓർഡിനെ റൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പേസ് അറ്റാക്ക് അവർക്കുണ്ട്, ഷാമി ആൻഡ് അർഷദീപ് സിംഗ്. സോ ഈ ഒരു രീതിയിലാണ് ഞാൻ പോകുന്നത്. ക്യാപ്റ്റൻ എല്ലാവരുടെയും ഡീഫോൾട്ട് ചോയ്സ് KL രാഹുലാണ്, നോ അതർ ചോയ്സ്. ബട്ട് സപ്പോസ് രാഹുൽ ഫ്ലോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ്, കാരണം പിന്നീടുള്ള സെലക്ഷനാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. കാരണം 11 ക്രെഡിറ്റ് ഉള്ള ഒരു പ്ലെയറാണ് രാഹുൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഇവിടെ ഒരു ധവാൻ 10 ക്രെഡിറ്റ് ഉണ്ട്. സോ 2 പേരും പ്രോബ്ലം ഇത് തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള പ്ലെയേഴ്സിനെ ഞാൻ GL സെക്ഷനിൽ കൂടുതലായിട്ട് പറയാം. സോ ഇതാണ് എൻ്റെ ഡീഫോൾട്ട് ബേസ് ടീം. ഇതിൽ ഒത്തിരി അധികം ചേഞ്ചസ് വരാം, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് റഫായിട്ട് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിൽ നിന്ന് ആരും കോപ്പി പേസ്റ്റ് ചെയ്ത് ടീം ഇടരുത്. അങ്ങനെ ഒത്തിരി പേര് എൻ്റെ കമൻറ്റ് കണ്ടു ടീം ഫ്ലോപ്പായി എന്നൊക്കെ പറഞ്ഞിട്ട്. ടീം എനിക്കറിയത്തില്ല എന്തിനാണ് അവർ കോപ്പി ചെയ്തിടുന്നതെന്ന്, കാരണം ഇതിന് മുന്നേ ഉള്ളൊരു ടീമാണ്. അപ്പോൾ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതെന്താ സംഭവിക്കുക എന്നുള്ളത്. ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെലിഗ്രാമിൽ വരെ അതിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് ടിപ്സൊക്കെ. സോ നേരെ നമുക്ക് സ്ക്വാഡ് ഡീറ്റെയിലിലേക്ക് പോവാം. പൃഥ്വി ഷോയെ കുറിച്ച് പറയാനായിട്ട് ഒറ്റ വാക്കേ ഉള്ളൂ, ഹിറ്റ് ഓർ മിസ്.
ഓൾവേസ് ഇറ്റ്സ് ബീൻ ദ കേസ് ലൈക്ലി സോ ലാസ്റ്റ് ഫ്യൂ മാച്ചസും അതേ രീതിയിൽ തന്നെ പുള്ളിയുടെ പെർഫോമൻസ് അതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. പിച്ചസ് സ്ലോവും കൂടെ ആവുന്നത് കൊണ്ട് ഹി നീഡ് ടു ഡു സംതിങ് എൽസ്. ഹിസ് ഗെയിം നീഡ്സ് ടു ബി ചേഞ്ച് ടു സസ്റ്റെയിൻ ഇൻ സ്ലോ പിച്ചസ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ട്രാക്ക് പുള്ളി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈവൻ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടീമിൽ നിങ്ങൾ ട്രൈ ചെയ്യുക ആസ് എ ക്യാപ്റ്റൻ ഒരു GL, ദാറ്റ്സ് ഇറ്റ്. ഇനി ശിഖർ ധവൻ ഹീസ് ഇൻ സുപ്രീം ഫോം ഫ്രം ദ ലാസ്റ്റ് ഫ്യൂ മാച്ചസ്. ലാസ്റ്റ് മാച്ചസിൽ ഒത്തിരിയധികം ഡ്രോപ്പ് ക്യാച്ചസ് വന്നിട്ടുണ്ട്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. 4 to 5 ഡ്രോപ്പ് ക്യാച്ചസ്. ദോ ഹി ഹാസ് പ്ലേഡ് വെൽ ബട്ട് ഹി ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് ലൈഫ്. അപ്പോൾ സ്റ്റിൽ ഇറ്റ് വാസ് നൈസ് ടു സി. ഹീസ് ബീൻ ഒബീവിയസ് സേഫ് ചോയ്സ് ബൈ ഓൾ മീൻസ്. ബട്ട് ക്രെഡിറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. 10 ആണ് ഇപ്പോൾ പുള്ളിയുടെ ക്രെഡിറ്റ്. അജിൻ റഹാനെ പന്ത് ഫിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ റഹാനെ കളിക്കത്തില്ല, ഡയറക്ട്ലി റീപ്ലേസ് ചെയ്യും. സോ റഹാന ഈസ് എ പ്രോപ്പർ ഓപ്പണർ ആൻഡ് ഹി വിൽ ഡു ഇഫ് ഓപ്പൺ അലോങ് വിത്ത് ധവാൻ ടു. കാരണം ഹി ഈസ് പ്രൂവൺ ആസ് എൻ ഓപ്പണർ ഇൻ രാജസ്ഥാൻ റോയൽസ് ടു. ഹീസ് എ ക്ലാസ് ബാറ്റ്സ്മാൻ. നിങ്ങൾക്ക് SL ധൈര്യമായിട്ട് ഇഗ്നോർ ചെയ്യാം, കാരണം പേഴ്സണൽ സെലക്ഷൻ ആണെങ്കിലും കാര്യമായി ബാധിക്കുന്നില്ല. ബട്ട് ഡോണ്ട് ഇഗ്നോർ ഇൻ GL, അറ്റ്ലീസ്റ്റ് ഇൻ വൺ ടീം, ബിക്കോസ് ദിസ് ഗൈ ഹാസ് പ്ലേഡ് എ ലോട്ട് ഓഫ് ബിഗ് നോക്സ് ഏർലിയർ ഇൻ IPL. നിങ്ങൾ IPL മുന്നത്തെ സീസണെല്ലാം ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും അജിൻ റഹാനയുടെ കപ്പാസിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് 1 innings, കാരണം 3 innings ആയതേ ഉള്ളൂ. പൃഥ്വി ഷോയ്ക്ക് ഇത്രയധികം ചാൻസസ് കൊടുക്കുമ്പോൾ അജിൻ റഹാനയ്ക്കും കൂടുതൽ ചാൻസസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഹീ ഈസ് ബെറ്റർ ദാൻ പൃഥ്വി ഷോ ബൈ ഓൾ മീൻസ്. ശ്രേയസ് അയ്യർ is the best batsman for Delhi over the season along with ശിഖർ ധവൻ. പക്ഷേ ഇതുവരെയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് വന്നില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം കളിച്ചു, ഇല്ലെന്നൊന്നും പറയുന്നില്ല, ബട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ഇതുവരെ എത്തിയിട്ടില്ല. ഹി ഈസ് സ്റ്റിൽ ഗുഡ്, ക്യാൻ പ്ലേ ഗുഡ് വെൻ പിച്ച് ഗെറ്റ്സ് ലോ ടു, ഈസ് എ സേഫ് ചോയ്സ്. മാർക്കസ് സ്റ്റോയിനസ് ഈസ് ഗുഡ് വെനെവർ ഹി ഗോട്ട് ചാൻസസ് വളരെ കമ്മിയാണ്, ബട്ട് ചാൻസസ് കിട്ടുന്ന സമയത്തെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി അഗൻസ്റ്റ് KXIP ഫസ്റ്റ് മാച്ചിൽ. സോ മാച്ച് വിന്നിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചാബിനെതിരെ മാച്ച് വിന്നിംഗ് നോക്കായിരുന്നു. വിക്കറ്റ്സ് ആണെങ്കിലും എടുത്തിട്ടുണ്ട്. ഹീസ് എ ഗുഡ് ചോയ്സ് ഇൻ ഓൾറൗണ്ടർ സെക്ഷൻ, സേഫ് ചോയ്സ്. അലക്സ് ക്യാരെ ഒൺലി എ GL പിക്ക്. നിങ്ങൾ SL ട്രൈ ചെയ്യരുത്. ഹി ക്യാൻ ഡു വെൻ ദ ടോപ്പ് ഓർഡർ കംപ്ലീറ്റ്ലി ഫ്ലോപ്സ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഇഗ്നോർ ഇൻ SL. Axar Patel, he can be a differential pick given the top order of KXIP struggle against left arm spin, especially Rahulum Mayangum. Rahul's records ഞാൻ കാണിച്ചു തന്നു, മയങ്കിന്റെ റെക്കോർഡ്സും. സോ ഹി ക്യാൻ ബി എ ഡിഫറൻഷ്യൽ പിക്ക്. ഹി മൈറ്റ് ബി എ ഗുഡ് ഓപ്ഷൻ ടു ട്രൈ. ബാറ്റിംഗിലാണെങ്കിലും ലാസ്റ്റ് മാച്ച് നിങ്ങൾ കണ്ടതാണ് CSK ആയിട്ടുള്ള മാച്ചിൽ. സോ ഹി ഈസ് എ ഗുഡ് ട്രൈ. Ashwin ഈസ് ബീൻ സക്സസ്ഫുൾ അഗൻസ്റ്റ് ഗെയിൽ ആസ് പെർ മാച്ചപ്സ്. കണ്ടിട്ടുള്ളതാണ്. സെക്കൻഡ് ഇന്നിങ്സ് ആണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, കാരണം പുള്ളിയുടെ ഫിഗേഴ്സ് ബെസ്റ്റ് ആവുന്നത് സെക്കൻഡ് ഇന്നിങ്സ് ആണ്. എനിവേ ഹി ഈസ് എ ഗുഡ് സ്പിന്നർ. ഈവൻ ദോ ഗെയിലിനെതിരെയുള്ള മാച്ചപ്സ് ആണ് കൂടുതലെങ്കിലും മയങ്ക് അഗർവാളിനെതിരെ നല്ല രീതിയിലുള്ള റെക്കോർഡ്സ് ഉണ്ട്. ഹിസ് എ ഡീസെന്റ് പിക്ക്. തുഷാർ ദേശ്പാണ്ഡെ ഹിസ് ബീൻ പ്രൊവൈഡിംഗ് വിക്കറ്റ്സ് ഫോർ DC സിൻസ് ഗെറ്റിംഗ് ഇൻ ടു ഡ്രീം 11. 7.5 ക്രെഡിറ്റിൽ പുള്ളിയുടെ പോയിന്റ്സ് ഈവൻ 25-27 ആണെങ്കിലും ഹീസ് എ വാല്യൂ പിക്ക്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്ലേയേഴ്സിനെയും കൂടെ ഇവിടെ റിസ്ക് എടുത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. Kagiso Rabada is a must-have bowler, especially in this pitch. Must-have ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ CVC കൊടുക്കാന്നുള്ളൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെയാണ് നോർഷയും അനദർ മസ്റ്റ്-ഹാവ് ബൗളർ ഫോർ DC. കിങ്സ് ഇലവൻ പഞ്ചാബിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KL രാഹുൽ, ഹീസ് ഇൻ ഗോൾഡൻ ടച്ച്, വേറൊന്നും പറയാനില്ല. നിങ്ങൾ റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും പുള്ളി അവോയ്ഡ് ചെയ്യുന്ന അൾട്ടിമേറ്റ് റിസ്ക് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, ബീറ്റ് SL ഓർ GL കൺസിഡറിങ് ഹിസ് ഫോം. ബട്ട് ഡൽഹിക്കെതിരെയുള്ള മാച്ചപ്സ് നിങ്ങൾ കണ്ടതാണ്. സോ നിങ്ങൾക്ക് 1-2 ടീമിൽ റിസ്ക് എടുക്കാം. ബട്ട് ഈവൻ ദോ പുള്ളിയുടെ ഫോം അതായതുകൊണ്ട് ഇറ്റ്സ് ബീൻ എ റിസ്കി കേസ്. മയങ്ക് അഗർവാൾ ഹീസ് ഓൾസോ ഗുഡ് അലോങ് വിത്ത് രാഹുൽ ഹു ഇസ് ഇൻ കണ്ടൻഷൻ ഫോർ ഓറഞ്ച് ക്യാപ്പ്. അപ്പോൾ പുള്ളിയുടെ കാര്യം ഞാൻ മാച്ചപ്സിൽ കാണിച്ചതാണ്. സോ റിസ്ക് എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെ അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇത് അൾട്ടിമേറ്റ് റിസ്ക് ആണ്. ക്യാൻ പേ ഓഫ്. കിട്ടുവാണെന്നുണ്ടെങ്കിൽ GL കൺഫേം ആയിട്ട് കിട്ടുന്ന ഒരു മാച്ചപ്പ് ആയിരിക്കും അത്. ക്രിസ് ഗെയിൽ അശ്വിനെതിരെയുള്ള സ്ട്രഗിൾ ഞാൻ നേരത്തെ കാണിച്ചതാണ്. ഹീസ് വെയിറ്റിംഗ് ഫോർ വൺ ബിഗ് ഇന്നിങ്സ്. ഇതുവരെയും ആ ഒരു ബിഗ് ഇന്നിങ്സ് വന്നിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഹി ഹാസ് പ്ലേഡ് ബട്ട് ദാറ്റ് ബിഗ് ഇന്നിങ്സ് ഹാസ് നോട്ട് യെറ്റ് അറൈവ്. അപ്പോൾ ബെറ്റർ പെർഫോമൻസ് എപ്പോഴും ബാറ്റിംഗ് ഫസ്റ്റിലാണ് വരുന്നത്. ബാറ്റിംഗ് സെക്കൻഡിനേക്കാളും കുറച്ചും കൂടെ ഫ്രീ ഫ്ലോ ചെയ്യുന്നത് ബാറ്റിംഗ് ഫസ്റ്റാണ്. ഇസ് GL പിക്ക്. നിക്കോളാസ് പൂറാൻ ഇസ് ഇൻ ഗോൾഡൻ ടച്ച്. കം ആൻഡ് ഹിറ്റ്, ദാറ്റ്സ് ഓൾ. കഴിഞ്ഞ മാച്ചിൽ അതുപോലെ തന്നെ വരിക, അടിക്കുക. വിക്കറ്റ്സ് പുള്ളിക്ക് മാറ്ററേ അല്ല. ചിലപ്പോൾ 5 ബോളിൽ 30-40 റൺ എടുക്കും. ബട്ട് ഹീ ഈസ് വെരി ഗുഡ്. അത് പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് അപ്രോച്ച് അതാണ്. ക്ലീൻ ഹിറ്ററാണ് ഓഫ് ദ ബോൾ. സോ പുള്ളിയുടെ ശരിക്കുമുള്ള ഒരു നീഡ് 1-2 മാച്ച് ബാറ്റിംഗ് അതിനുശേഷം വന്നിട്ടില്ല. കാരണം KL രാഹുലും മയങ്ക് അഗർവാളും ടോപ്പ് ഓർഡറിൽ നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. അവരാണ് കൂടുതൽ ബൾക്ക് ഓഫ് ദ റൺസ് സ്കോർ ചെയ്യുന്നത്. സോ മിഡിൽ ഓർഡർ ക്യാൻ ബി ടെസ്റ്റഡ് ഇൻ ബിഗ് ഗെയിംസ്. സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. സോ നിങ്ങൾ GL ട്രൈ ചെയ്യുക. ഗ്ലെൻ മാക്സ്വെൽ ഹീസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കോൺഫിഡൻസ്. എഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, ഹീ ഈസ് നോട്ട് ഔട്ട് ഓഫ് ഫോം. ഐ ഡൗട്ട് വെദർ ഹി വിൽ പ്ലേ ദിസ് മാച്ച് ഓർ നോട്ട്. കാരണം നീഷ്യാം റീപ്ലേസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം ആവശ്യത്തിൽ കൂടുതൽ ചാൻസസ് കൊടുത്തു കഴിഞ്ഞു.
ബട്ട് മാനേജ്മെന്റ് സ്റ്റിൽ ട്രസ്റ്റ് ഹിം. ഹീസ് എ മാച്ച് വിന്നർ. എഗെയിൻ റിപ്പീറ്റിംഗ്, ഹീസ് എ മാച്ച് വിന്നർ. കാരണം ഹീസ് മോർ ഡിസപ്പോയിന്റഡ് ദാൻ എനിവൺ എൽസ്. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണെങ്കിലും ട്വിറ്ററിലാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഹീ ഈസ് മോർ ഡിസപ്പോയിന്റഡ് ദാൻ എനിവൺ എൽസ്. സോ വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ് ഇന്നിങ്സ് കം വെരി സൂൺ. മാക്സ്വെൽ ഒരു വളരെ ബിഗ് ത്രെറ്റാണ്. ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻ ഹാപ്പൻ ഇൻ ടൈറ്റ് ഗെയിംസ്. സോ നിങ്ങൾ ഒരു GL ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു C കൊടുക്കുക. നമ്മൾ ഒരിക്കലും സ്റ്റിക്ക് ഓൺ ചെയ്തത് ഒരേ രീതിയിൽ KL രാഹുൽ ഇങ്ങനെ ഒരു വെറൈറ്റി ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക. പ്രത്യേകിച്ച് പിച്ചസ് സ്ലോ ആവുന്നുണ്ട്. ദീപക് ഹൂഡ ഒരു നല്ല ഓപ്ഷനാണ് നമ്പർ 6. കാരണം അവർക്ക് ആവശ്യമുള്ള നമ്പർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിഞ്ച് ഹിറ്റിംഗ് റോൾ അല്ലെങ്കിൽ ഗുഡ് ക്യാമിയോ പ്ലെയർ. സോ ഹി ക്യാൻ ഡു അറ്റ് നമ്പർ 6. ഡീസൻറ്റ് ബൗളിംഗ് ഓപ്ഷനാണ്. വോണ്ട് ബി നെസസറിലി യൂസ്ഫുൾ ഫോർ us ഇൻ ഡ്രീം 11. സോ ക്യാൻ ബി അവോയ്ഡഡ് ഡീസൻ്റ്ലി. അല്ലെങ്കിൽ ഒരു നോർമൽ ട്രൈ ആയിട്ട് നിങ്ങൾ കൊടുക്കുക. ക്രിസ് ജോർഡൻ, ഹി ക്യാൻ ഗെറ്റ് വിക്കറ്റ്സ് ബട്ട് ഹീസ് വെരി എക്സ്പെൻസീവ്. സോ ഇറ്റ്സ് എ ടഫ് ചോയ്സ് ടു പിക്ക് ഹിം. കാരണം എപ്പോഴാണ് പെർഫോം ചെയ്യുന്നത് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഹീസ് അത്രയ്ക്കും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബൗളറാണ്. നിങ്ങൾ നോർമൽ ട്രൈ മാത്രം എടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. മുരുകൻ അശ്വിൻ നല്ലൊരു ബൗളറാണ്, ലെഗ് സ്പിൻ ബൗളർ. പിച്ച് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹി ക്യാൻ ബി എ ഗുഡ് പിക്ക്. അപ്പോൾ നിങ്ങൾ GL ആണെങ്കിലും ജസ്റ്റ് ഒരു നോർമൽ പിക്ക് ആയിട്ടാണ് ട്രൈ ചെയ്യുക. രവി ബിഷ്ണോയ് ലാസ്റ്റ് മാച്ചിൽ നല്ല രീതിയിൽ തന്നെ ബൗൾ ചെയ്തു. എഗെയിൻ ഹി ഈസ് പഞ്ചാബ്സ് മെയിൻ സ്പിന്നർ. കാരണം മുരുകൻ അശ്വിനേക്കാളും കൂടുതലും ടീം ട്രസ്റ്റ് ചെയ്യുന്നത് രവി ബിഷ്ണോയാണ്. കാരണം ഒപ്പോസിഷൻ അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഫസ്റ്റ് പോകുന്നത് പുള്ളിയോടാണ് ഫോർ വിക്കറ്റ്സ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് SRH ആയിട്ടുള്ളൊരു മാച്ചിൽ ബെയർസ്റ്റോയും അതുപോലെ തന്നെ വാർണറും നല്ല രീതിയിൽ എല്ലാ ബൗളേഴ്സിനും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രവി ബിഷ്ണോയെ പിന്നെയും കൊണ്ടുവന്നു. അവിടെ രണ്ടുപേരുടെയും വിക്കറ്റ് എടുത്തു. സോ രവി ബിഷ്ണോയ് ഈസ് വെരി ക്രൂഷ്യൽ, നല്ലൊരു ബൗളറാണ്. മുഹമ്മദ് ഷമി വിക്കറ്റ് കോളത്തിലേക്ക് പുള്ളി തിരിച്ചെത്തിയിട്ടുണ്ട്. ബട്ട് ഹീസ് വെരി എക്സ്പെൻസീവ് അറ്റ് എൻഡ് ഓഫ് ദി ഇന്നിങ്സ്. മുംബൈക്കെതിരെ നമ്മൾ കണ്ടതാണ്, ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബൗളർ അല്ല അറ്റ് ദ എൻഡ് ഓഫ് ദി ഇന്നിങ്സ്. ദാറ്റ്സ് ഇസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം. പക്ഷേ വിക്കറ്റ്സ് ആണ് നമുക്ക് ഡ്രീം 11 ടീമിൽ ഏറ്റവും കൂടുതൽ ആവശ്യം. അത് പുള്ളി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അർഷദീപ് സിംഗ് സൂപ്പർ ഇംപ്രസീവ് ആണ്. ദാറ്റ് യങ്സ്റ്റർ എഗൻസ്റ്റ് ഓൾ ടോപ്പ് ക്വാളിറ്റി ബാറ്റ്സ്മാൻ വിക്കറ്റ്സ് ഉണ്ട്. ഈവൻ രോഹിത്തിന്റെ എഗൻസ്റ്റും നല്ലൊരു വിക്കറ്റ് ഉണ്ട് ലാസ്റ്റ് മാച്ചിൽ. സോ ഹി വിൽ ട്രൈ ടു റിപ്പീറ്റ് ദ സെയിം എഗൻസ്റ്റ് DC2. ഇറ്റ്സ് എ ഗുഡ് വാല്യൂ പിക്ക് ഇൻ SL. 8 ക്രെഡിറ്റ് ആണ്. റിസ്കി ഡിഫറൻഷ്യൽ പിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നിക്കോളാസ് പൂറാനാണ്. കാരണം നിങ്ങൾ GL ഒരു ടീമിലെങ്കിലും ക്യാപ്റ്റനായിട്ട് വെക്കുക. ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് ആവുന്ന സിനാരിയോയിൽ ഡൽഹി ബൗളിംഗ് ചാൻസസ്, ഡൽഹിയുടെ ബൗളിംഗ് ആയതുകൊണ്ട് തന്നെ ചാൻസസ് ഹൈ ആണ്. എസ്പെഷ്യലി ഞാൻ മാച്ചപ്സ് പറഞ്ഞതാണ്. അലക്സ് ക്യാരി, ഹി ക്യാൻ ബി എ ഡിഫറൻഷ്യൽ പിക്ക് ഫോർ യുവർ ടീം ഇൻ വേഴ്സ്റ്റ് കേസ് സിനാരിയോ. അൾട്ടിമേറ്റ് വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ ഇടാവുള്ളൂ. പുള്ളിയെ നിങ്ങൾ ക്യാപ്റ്റനായിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പ് ഓർഡർ ആയിട്ടുള്ള ധവാൻ, അതുപോലെ ശ്രേയസ് അയ്യർ, അതുപോലത്തെ ടോപ്പ് ഓർഡർ പ്ലേയേഴ്സിനെ എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് വേണം പുള്ളിയെ ക്യാപ്റ്റൻ വെക്കാൻ. കാരണം ടോപ്പ് ഓർഡർ അൾട്ടിമേറ്റ്ലി ഫ്ലോപ്പ് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ പുള്ളിയുടെ ക്യാപ്റ്റൻസിയുടെ റോൾ വരുന്നുള്ളൂ. സോ ആ ഒരു സിനാരിയോ നിങ്ങൾ വെക്കുക. ഷോ പ്യുവർലി ഹിറ്റ് ഓർ മിസ് പ്ലെയർ ആണ്. ഒരു ഗ്യാരണ്ടി ഇല്ല. മണി വേസ്റ്റ് GL ക്യാപ്റ്റൻ എന്ന് എനിക്ക് പറയാൻ പറ്റും. മേ ഓർ മേ നോട്ട് വർക്ക്. കാരണം വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ സൈഡ് വിൻ ആണ്. സോ അതുകൊണ്ടാണ് ഹിറ്റ് ഓർ മിസ് എന്ന് പറഞ്ഞത്, മണി വേസ്റ്റ് എന്ന് പറഞ്ഞത്. റഹാനെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, അറ്റ്ലീസ്റ്റ് ഒരു ടീമിലെങ്കിലും നിങ്ങൾ ക്യാപ്റ്റനായിട്ട് വെക്കാൻ പറ്റുക. ഹീ ഈസ് ബെറ്റർ ദാൻ ദോ സ്കോർ സജസ്റ്റ്. 2 സ്കോറും അത്രയും ഇപ്പം കഴിഞ്ഞ 3 മാച്ചസ് ആണെന്ന് തോന്നുന്നു കളിച്ചത്. 3 മാച്ചസിൽ വലിയ രീതിയിലുള്ള സ്കോർസ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ ഹീ ഈസ് എ ഗുഡ് പ്ലെയർ. ഹീ ഈസ് ഓൾസോ ഇച്ചിങ് ടു മേക്ക് ഇറ്റ് ബിഗ്. കാരണം പുള്ളി തേർഡിനേക്കാളും എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്പർ 1 കളിക്കണം എന്നുള്ളതാണ്. ഹി ഹാസ് പ്ലെൻറ്റി ഓഫ് ഹൈ സ്കോർസ് ഇൻ IPL ബിഫോർ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ആണ്. ഹി മൈറ്റ് ബി എ ബിഗ് ഡിഫറൻഷ്യൽ പിക്ക്. കാരണം ധവാൻ എപ്പോഴും സ്കോർ ചെയ്യണം എന്ന് നിർബന്ധമില്ല. മാക്സ്വെൽ 0% കോൺഫിഡൻസ് അറ്റ് ദ മൊമെന്റ്. ബട്ട് ഫോമിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. ബട്ട് കോൺഫിഡൻസ് ഈസ് ഹാമ്പറിങ് ഹിസ് ഫോം. ഹി ഈസ് ഓൾസോ എ ബ്ലൈൻഡ് ക്യാപ്റ്റൻ ജസ്റ്റ് ലൈക്ക് പൃഥ്വി ഷോ. ടോപ്പ് ഓർഡർ ഫ്ലോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡായിട്ട് നിങ്ങൾ ക്യാപ്റ്റൻ വയ്ക്കുക. നോ ഗ്യാരണ്ടി വിത്ത് ദിസ് കൈൻഡ് ഓഫ് ഫോം. പക്ഷേ നമുക്ക് എല്ലാവർക്കും ബിഗ് ഷോയുടെ അല്ലെങ്കിൽ മാക്സ്വെലിൻ്റെ ബിഗ് ക്വാളിറ്റി അറിയാൻ പറ്റും. ഹീസ് എ മാച്ച് വിന്നർ. സോ നിങ്ങൾ ബാക്ക് ചെയ്യുക. ടീം മാനേജ്മെൻറ്റ് ബാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ടീമിൽ ബാക്ക് ചെയ്യുക. കാരണം ടീം മാനേജ്മെൻറ്റിൻ്റെ ബാക്കിംഗ് ഇല്ല ഉള്ളത് കൊണ്ടാണല്ലോ പിന്നെയും കളിക്കുന്നത്. സോ ഒരു C എങ്കിലും നിങ്ങൾ കൊടുക്കുക ഒരു ടീമിൽ. നീഷാമിന് സ്ലൈറ്റ് ചാൻസസ് ഉണ്ട് കളിക്കാനായിട്ട്. ബട്ട് അത് പുള്ളി ഒരു നോർമൽ ട്രൈഡ് ഞാൻ പറയുന്നുള്ളൂ. കാരണം ലാക്ക് ഓഫ് മാച്ച് പ്രാക്ടീസ്. അശ്വിന് ബിഗ് പിക്കാണ് വൈൽ ബൗളിംഗ് സെക്കൻഡ്. ബൗളിംഗ് ഫസ്റ്റിന് മോശം എന്നല്ല പറയുന്നത്. ബട്ട് ഹീ ഈസ് മോർ എഫക്റ്റീവ് ഇൻ സെക്കൻഡ് ബൗളിംഗ്. ഹി ക്യാൻ ബി എ ഡിഫറൻഷ്യൽ പിക്ക് ആസ് ടോപ്പ് ഓർഡർ സ്ട്രഗിൾ അഗൻസ്റ്റ് ഹിം. മാച്ചപ്സ് ഞാൻ പറഞ്ഞതാണ്. ബിഷ്ണോയ് അതുപോലെ ട്രൈ ചെയ്യുക നിങ്ങൾ GL. ഗുഡ് സ്പിന്നറാണ്. ബാറ്റ്സ്മാൻ കൂടുതലായിട്ട് പുള്ളിക്കെതിരെ അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ പവർ പ്ലേയിലൊക്കെ അടിക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ക്യാപ്റ്റൻ ഫസ്റ്റ് പോകാൻ പോകുന്നത് ബിഷ്ണോയുടെ അടുത്തായിരിക്കും. സോ ഈസ് ഗെറ്റിംഗ് വിക്കറ്റ്സ് ഓൾമോസ്റ്റ് ഓൺ എ കൺസിസ്റ്റ് ബേസിൽ. എല്ലാ ദിവസവും കിട്ടുന്ന എല്ലാ മാച്ചിലും കിട്ടുന്നില്ല. ബട്ട് ഓൾമോസ്റ്റ് കൺസിസ്റ്റൻറ്റ്.
ജോർഡൻ അഗെയിൻ എ മണി വെസ്റ്റ് നോർമൽ GL പിക്ക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ഒരു മാച്ചിൽ ഞാൻ പറഞ്ഞു ജോർഡനെ നിങ്ങൾ വെറുതെ ഒരു ടീമിൽ ബ്ലൈൻഡ് ആയിട്ട് വയ്ക്കുക, അന്നത്തെ ഡ്രീം 11 ടീമിലെ ജോർഡൻ ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത് ഹീസ് എ മണി വേസ്റ്റ് നോർമൽ GL പിക്ക്. ഈസിയും ക്യാപ്റ്റൻ ഒന്നും വയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് എ നോർമൽ പിക്ക്. സോ ഇതാണ് ഫസ്റ്റ് അവർ തമ്മിലുള്ള മാച്ച്. അതിൽ ഫസ്റ്റ് പൃഥ്വി ഷോ പെട്ടെന്ന് ഔട്ടായി, മുഹമ്മദ് ഷാമി, ശിഖർ ധവൻ റൺ ഔട്ട്, പിന്നെ ഹെട്ടിമർ അന്ന് നമ്പർ 3 ആയിരുന്നു, ഷാമി തന്നെയാണ് വിക്കറ്റ്. ശ്രേയസ് അയ്യർ ഒരുവിധം കളിച്ചു, 39 എടുത്തു. പന്ത് ഒരുവിധം കളിച്ചു, ബിഷ്ണോയുടെ വിക്കറ്റാണ്. സ്റ്റോയിനിസ് ആണ് അന്ന് നല്ല രീതിയിൽ കളിച്ചത്, 53 റൺ 21 ബോളിൽ. പിന്നെ അക്ഷർ പട്ടേൽ ജസ്റ്റ് ഒന്ന് വന്ന് കളിച്ചു, രവീഷ്മൻ അതുപോലെ തന്നെ. പക്ഷേ സ്റ്റോയിനിസിന്റെ ഇന്നിങ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ചത്. വിക്കറ്റ് എടുത്തിരിക്കുന്നത് ഷാമി 3 വിക്കറ്റ്, അതുപോലെ തന്നെ കോട്ടറൽ 2 വിക്കറ്റ്, ബിഷ്ണോയ് 1 വിക്കറ്റ്. ഓപ്പണിംഗ് നോക്കുവാണെങ്കിൽ അന്ന് നല്ലോണം കളിച്ചത് സ്റ്റോയിനിസ് തന്നെയാണ്. സ്റ്റോയിനിസ് അടിച്ച് പൊട്ടിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. മോഹിത് ശർമ്മയാണ് KL രാഹുലിന്റെ വിക്കറ്റ് കിട്ടിയത്. പക്ഷേ അത് വിക്കറ്റ് എടുക്കേണ്ട ഒരു ബോൾ ആയിരുന്നില്ല, അത് ബോൾ നല്ലോണം കെപ്റ്റ് ലോ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഔട്ടായത്, അല്ലെങ്കിൽ ഔട്ട് ആവേണ്ട ഒരു പ്ലെയർ അല്ല അന്നത്തെ മാച്ചിൽ. കരുൺ നായർ പെട്ടെന്ന് തന്നെ പോയി, നിക്കോളാസ് പൂറാനും പെട്ടെന്ന് തന്നെ പോയി, ക്ലെൻ മാക്സ്വെൽ അതിനേക്കാളും പെട്ടെന്ന് പോയി. ബാക്കി ആരും തന്നെ നല്ലോണം കളിച്ചില്ല. കൃഷ്ണപ്പ ഗൗതം ചെറുതായിട്ട് വന്നിട്ട് കളിച്ചു. ബട്ട് അന്നത്തെ ബിഗ് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയങ്ക് അഗർവാൾ ആണ്. ദോ ദ ടീം ഹാഡ് അശ്വിൻ, അക്ഷർ പട്ടേൽ. പക്ഷേ അശ്വിൻ ആകെ ഒരു ഒറ്റ ഓവർ എറിഞ്ഞുള്ളൂ, അതിൽ തന്നെ 2 വിക്കറ്റും ഉണ്ട്, ഇൻ ദ ഫോം ഓഫ് നിക്കോളാസ് പൂറാൻ ആൻഡ് കരുൺ നായർ. മേ ബി 1-2 ഓവറും കൂടി എറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ സിറ്റുവേഷൻ മാറിയാണ്. അന്ന് അശ്വിന് ഇഞ്ചുറി പറ്റിയിരുന്നു. അക്ഷർ പട്ടേൽ ഞാൻ പറഞ്ഞു 1 വിക്കറ്റ് ഉണ്ട്, സ്റ്റോയിനിസിന് 2 വിക്കറ്റ് ഉണ്ട്. സോ അക്ഷർ പട്ടേലും അശ്വിനും ഇസ് എ ഗുഡ് പിക്ക് എഗൻസ്റ്റ് കിങ്സ് 11 പഞ്ചാബ്. സോ നിങ്ങളത് നോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, കൂട്ടുകാരിലോട് സപ്പോർട്ട് ചെയ്യാൻ പറയുക. ചാനലിന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യമാണ്. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.